നിങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, പാരമ്പര്യമെല്ലാം വിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? നീ ഇടവിടാതെ ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്? പലരും നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനോട് ദാര്യാവേശ രാജാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ ദൈവത്തെ സേവിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സിംഹത്തിൻ്റെ വായിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ശക്തനാണോ നിന്റെ ദൈവം? ദാനിയേലിനോടുള്ള രാജാവിൻ്റെ ചോദ്യത്തിൻ്റെ ധ്വനി ഇതായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ദാനിയേലിന് ഒറ്റ മറുപടിയേ ഉള്ളൂ: അതേ രാജാവേ, എനിക്ക് കേടുവരാതിരിക്കേണ്ടതിന് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ദാനിയേലിനെതിരെ പദ്ധതി ഒരുക്കി ശത്രുക്കൾ അവനെ സിംഹത്തിൻ്റെ മുമ്പാകെ ഇട്ടപ്പോൾ സിംഹം അവനെ തൊടാതെ വണ്ണം ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചുവെങ്കിൽ നിനക്കെതിരായി ശത്രു എന്തെല്ലാം പദ്ധതിയിട്ടാലും എന്തെല്ലാം കെണി ഒരുക്കിയാലും നിന്നെ തൊടാതെ വണ്ണം, നീ കുടുങ്ങിപ്പോകാതെ വണ്ണം, നീ വീണു പോകാതെ വണ്ണം നീ സേവിക്കുന്ന നിന്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നെ സംരക്ഷിച്ചിരിക്കും.